നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വികസന സംവാദ പരിപാടിയായ നമ്മുടെ കാസർഗോഡിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംവാദത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. KSRTC ബസ്സിൽ MDMA കടത്തിയ കേസിൽ അറസ്റ്റിലായ യുവാവിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചട്ടഞ്ചാൽ തെക്കിലിലെ TK മുഹമ്മദ് ആഷിഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ശിക്ഷിച്ചത്. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിലിൽ വീണ്ടും അനിശ്ചിതത്വം. പ്രതികൂല കാലാവസ്ഥയായതിനാൽ 2 ദിവസം കൂടി കാത്തിരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ആർട്ടിസ്റ്റ് KM ഗഫൂറിന് തനിമ കലാസാഹിത്യവേദിയുടെ സ്നേഹാദരവ്. ചിത്രജാലകം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാടിന്റെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചത്. മടിക്കൈ പഞ്ചായത്തിൽ ചെങ്കല്ലറകളും കൽവൃത്തവും കണ്ടെത്തി. കക്കാട്ട് ശ്രീ അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്തും കുരങ്ങനാടിയിലുമാണ് മഹാശിലാ കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകളായ ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ കാസർഗോഡ് സംവാദ പരിപാടി സിറ്റി ടവർ ഹോട്ടലിൽ നടന്ന മുഖാമുഖത്തിൽ ജില്ലാ കളക്ടർ K ഇമ്പശേഖർ പങ്കെടുത്തു. അടിയന്തരമായി നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരിൽ നിന്നും കളക്ടർ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. കാസർഗോഡ് കളക്ടർ K ഇമ്പശേഖർ നേതൃത്വം നൽകുന്ന ജില്ലയുടെ വിവിധ വികസന വിഷയങ്ങളിൽ പൊതുജനങ്ങളുമായും വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും സംവദിക്കുന്ന പരിപാടിയാണ് നമ്മുടെ കാസർഗോഡ്. അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതും ജില്ല നേരിടുന്ന അവഗണനകളും സംവാദത്തിൽ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം തൈക്കാട് സ്വദേശി S നിതിൻ രൂപകൽപ്പന ചെയ്ത ലോഗോയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കാസർഗോഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ പ്രാധാന്യം വലുതാണെന്നും നടപടി ആവശ്യമുള്ള വാർത്തകളിൽ അടിയന്തരമായി ഇടപെടാറുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ഈ കാസർഗോഡ് പോലുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടില്ല. ബിക്കോസ് അത്രയും റബ്ബർ പ്ലാന്റേഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് മാത്രമല്ല, തൊട്ടടുത്ത് സുറിയ എന്ന സ്ഥലത്തിലും ഒരുപാട് റബ്ബർ പ്ലാന്റേഷൻസ് ഉണ്ട്. ഈ റാ മെറ്റീരിയൽസ് നല്ല രീതിയിൽ കിട്ടും. നല്ല വർക്ക് ഫോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്, എയർപോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല ഹൈവേ വരാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല കൺവിൻസ് ആയി. അപ്പോൾ ഈ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. വന്ദേ ഭാരത് നമുക്ക് എറണാകുളത്ത് 4.25 മണിക്കൂറിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. തിരുവനന്തപുരത്ത് 7-8 മണിക്കൂറിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ടൂറിസം, മാലിന്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യരംഗത്തെ വിവിധ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. പരിപാടിയിൽ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ M മധുസൂദനൻ, DTPC ഡയറക്ടർ ലിജോ ജോസഫ്, പ്രസ് ക്ലബ് ഭാരവാഹികളായ നഹാസ്, പത്മേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് ജില്ലയിലെ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRTC ബസ്സിൽ MDMA കടത്തിയ കേസിൽ യുവാവിന് 10 വർഷം തടവും 1 ലക്ഷം പിഴയും. ചട്ടഞ്ചാൽ തെക്കിലിലെ TK മുഹമ്മദ് ആഷിഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ശിക്ഷിച്ചത്. 2022 ഒക്ടോബർ 21 ബംഗളൂരുവിൽ നിന്നും കാസർഗോട്ടേക്കുള്ള യാത്രക്കിടെയാണ് ഇയാൾ അറസ്റ്റിലാവുന്നത്. KSRTC ബസ്സിൽ MDMA കടത്തവെ എക്സൈസ് അറസ്റ്റ് ചെയ്ത യുവാവിനെ 10 വർഷത്തെ തടവിനും 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കാൻ കോടതി വിധിച്ചു. ചട്ടഞ്ചാൽ തെക്കിലിലെ TK മുഹമ്മദ് ആഷിഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ജഡ്ജി K പ്രിയ ശിക്ഷിച്ചത്. 2022 ഒക്ടോബർ 21 മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ 54 ഗ്രാം MDMA പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്നും KSRTC ബസ്സിൽ കാസർഗോഡേക്കുള്ള യാത്രക്കിടെയാണ് ഇയാൾ അറസ്റ്റിലാവുന്നത്. അന്ന് എക്സൈസ് മഞ്ചേശ്വരം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന KK ഷിജിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കേസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയത് കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായിരുന്ന S കൃഷ്ണകുമാർ ആയിരുന്നു. തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായിരുന്ന ജോയ് ജോസഫാണ്. പ്രോസിക്യൂഷനു വേണ്ടി G ചന്ദ്രമോഹൻ, M ചിത്രകല എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം. ശക്തമായ കാറ്റും മഴയും കാരണം ഗോവയിൽ നിന്നും കടൽമാർഗം ഡ്രഡ്ജർ എത്തിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയായതിനാൽ 2 ദിവസം കൂടി കാത്തിരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഗോവൻ തീരത്ത് 2 ദിവസം കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുനായുള്ള തെരച്ചിലിൽ വീണ്ടും അനിശ്ചിതത്വം. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ 2 ദിവസം കൂടി കാത്തിരിക്കുവാനാണ് തീരുമാനം. ഗോവൻ തീരത്ത് 2 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാറ്റ് അനുകൂലമല്ലെന്നാണ് വിലയിരുത്തൽ. ശക്തിയിൽ കാറ്റ് വീശുന്നത് ടഗ് ബോട്ടിൻ്റെ യാത്ര ദുഷ്കരമാക്കുവാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ന് ഡ്രഡ്ജർ പുറപ്പെടുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. ഗംഗാവലിപ്പുഴയിൽ ടഗ് ബോട്ട് കൊണ്ടുവരുവാൻ തീരുമാനിച്ച യാത്രാവഴിയിലും വെള്ളത്തിൻ്റെ നിരപ്പ് കൂടുതലാണ്. ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയാണ് പുഴയിലെ ടഗ് ബോട്ടിൻ്റെ യാത്രാപാത നിശ്ചയിച്ചത്. 2 ദിവസത്തിനു ശേഷം കാറ്റും മഴയും ജലപാതയുടെ സ്ഥിതിയും അനുകൂലമെങ്കിൽ ടഗ് ബോട്ട് പുറപ്പെടും. ഇക്കാര്യം ഡ്രഡ്ജർ കമ്പനി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. ഗോവയിൽ നിന്നും ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുവാൻ 30-40 മണിക്കൂർ സമയം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആകും തെരച്ചിൽ തുടങ്ങാനാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. നിലവിലെ കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് സെപ്റ്റംബർ 11 വരെ ഉത്തര കന്നഡ ജില്ലയിലും കർണാടകയുടെ തീരദേശ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഗംഗാവലിപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്താൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും തടസ്സം നേരിട്ടേക്കും. കാർവാർ ആസ്ഥാനമായുള്ള സ്വകാര്യ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഡ്രഡ്ജറാണ് ടഗ് ബോട്ടിൽ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ എല്ലാ ചിലവുകളും വഹിക്കുവാൻ തയ്യാറാണെന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അർജുൻ്റെ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഷിരൂർ. ആർട്ടിസ്റ്റ് KM ഗഫൂറിന് തനിമ കലാസാഹിത്യവേദിയുടെ സ്നേഹാദരവ്. ചിത്രജാലകം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാടിന്റെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചത്. ഉദുമയിലെ ഗഫൂർ മാഷിന്റെ വീട്ടിൽ നടന്ന പരിപാടിയിൽ GB വത്സൻ പൊന്നാട അണിയിച്ചു. കവി PS ഹമീദ് തനിമയുടെ സ്നേഹോപഹാരം സമർപ്പിച്ചു. കാസർഗോഡ് തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കാർട്ടൂണിസ്റ്റും കഥാകാരനും മലയാളത്തിലെ പ്രമുഖ ചിത്രകഥാകാരനുമായ ആർട്ടിസ്റ്റ് KA ഗഫൂറിനെ ആദരിച്ചു. ഗഫൂർ മാഷിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ GB വത്സൻ പൊന്നാടി അണിയിച്ചു. കവി PS ഹമീദ് സ്നേഹോപഹാരം സമർപ്പിച്ചു. അങ്ങനെ 2 സിനിമകളുണ്ട്. ഒരു സിനിമ വിചാരിച്ചിട്ട് 2 സിനിമയായി, പുസ്തകമായി, എക്സിബിഷനായി. അവസാനം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ട അംഗത്വം കൊടുത്തുകൊണ്ട് ഇവിടെ വന്ന് അവരുടെ വിശിഷ്ട അംഗത്വം ഗഫൂർ മാഷക്ക് സമർപ്പിക്കുകയും ഔചിത്യപൂർവ്വം മാഷക്ക് ഒരു വിശിഷ്ട അംഗത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത തീരുമാനം ബ്രില്യൻ്റാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അതിനകത്തുള്ള ആൾക്കാർ എത്ര മോശക്കാരാണെങ്കിലും ഈ കേരള കാർട്ടൂൺ അക്കാദമി എന്നുള്ള ആ അക്കാദമിയുടെ ഒരു വിശിഷ്ടാംഗത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് മാഷ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം ബ്രില്യൻ്റ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ അവരോട് നിൽക്കുന്നു. അങ്ങനെ അതിഗംഭീരമായിട്ടൊരു വിശിഷ്ടാംഗത്വം എല്ലാം കിട്ടി സർവഥാ ബഹുമാന്യനായി യോഗ്യനായി വിരാജിക്കുകയാണ് ഇപ്പോൾ ഗഫൂർ മാഷ്. കാർട്ടൂണിസ്റ്റ്, കഥാചിത്രകാരൻ എന്നതിലുപരി ചെറുകഥാകൃത്ത് എന്ന നിലയിലും തൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തിയ ആളാണ് KA ഗഫൂർ. മുൻ തലമുറയിലെ പ്രശസ്തരോടൊപ്പം ഗഫൂറിൻ്റെ ചെറുകഥകൾ കൊണ്ടാടപ്പെട്ടു. വടക്കിൻ്റെ ഈ പ്രതിഭയെ നാട് ഇപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. എത്ര വൈകിയാലും പ്രതിഭകൾ സമൂഹ ശ്രദ്ധയിൽ വരിക തന്നെ ചെയ്യുമെന്ന് ഗഫൂറിൻ്റെ പ്രതിഭയെക്കുറിച്ച് പരിപാടിയിൽ പങ്കെടുത്തവർ സംസാരിച്ചു. തനിമ കലാസാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് അബു ത്വായി അധ്യക്ഷത വഹിച്ചു. AS മുഹമ്മദ് കുഞ്ഞി, ഡോക്ടർ AA അബ്ദുൽ സത്താർ, ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള, ഭാമ ടീച്ചർ, മുംതാസ് ടീച്ചർ, നാഷണൽ അബ്ദുള്ള, അക്കര അബ്ദുൾ റഹ്മാൻ, രചന അബ്ബാസ്, എഞ്ചിനീയർ അബ്ദുൽ ഖാദർ മുണ്ടോൾ, അബ്ദുള്ള കുഞ്ഞി ഉദുമ, ഹമീദ് കാവിൽ, ലത്തീഫ് ചെമ്മനാട് തുടങ്ങിയവർ സംസാരിച്ചു. അഷ്റഫ് അലി ചേരങ്കൈ സ്വാഗതവും BK മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച ബ്രസ്റ്റ് ഫീഡിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാനഗറിലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസ്ട്രിക്ട് ഇന്റർനാഷണൽ മുൻഗണന പ്രകാരമുള്ള മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാനഗർ കളക്ടറേറ്റ് പരിസരത്ത് നിർമ്മിച്ച ബ്രസ്റ്റ് ഫീഡിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. വരുന്ന ആളുകൾ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സും കൂടി വരാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവർക്കും നല്ല ഒരു ഫെസിലിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ അത് വലിയ ഇവിടെ ചെയ്ത് കൊടുത്ത നമ്മുടെ റോട്ടറി ക്ലബ്ബ് എല്ലാവരും നന്ദിയും. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധരൻ മുഖ്യാതിഥിയായിരുന്നു. റോട്ടറി അസംബ്ലി ചെയർമാൻ MT ദിനേശ്, ഗവർണർ ഗ്രൂപ്പ് കോർഡിനേറ്റർ ഡോക്ടർ ജനാർദ്ദൻ നായിക്, വീഡിയോ ചെയർമാൻ R പ്രശാന്ത് കുമാർ, വിജയലക്ഷ്മി, ലേഡീസ് ഫോറം പ്രസിഡന്റ് ബിന്ദു എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ B നാരായണ നായക് സ്വാഗതവും കോർഡിനേറ്റർ MK രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മടിക്കൈ പഞ്ചായത്തിൽ ചെങ്കല്ലറകളും കൽവൃത്തവും കണ്ടെത്തി. കക്കാട്ട് ശ്രീ അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്തും കുരങ്ങനാടിയിലുമാണ് മഹാശിലാ കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകളായ ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. കക്കാട്ട് അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ സമീപത്ത് റോഡ് നിർമ്മാണത്തിനിടയിൽ പകുതി ഭാഗം തകർക്കപ്പെട്ട നിലയിലാണ് ചെങ്കല്ലറകൾ ഉള്ളത്. മഹാശിലാ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന കൽവൃത്തവും സമീപത്തായുണ്ട്. കുരങ്ങനാടിയിൽ സ്വകാര്യ പറമ്പിലാണ് ചെങ്കല്ലറ കണ്ടെത്തിയത്. കുരങ്ങനാടിയിൽ കണ്ടെത്തിയ ചെങ്കല്ലറയുടെ മധ്യഭാഗത്ത് വൃത്താകൃതിയിലുള്ള സുഷിരവും ഒരു ഭാഗത്ത് ചെങ്കല്ലറയിലേക്ക് കടക്കുവാനുള്ള കവാടവുമുണ്ട്. പ്രാദേശിക പുരാവസ്തു നിരീക്ഷകനായ സതീശൻ കാളിയാന നടത്തിയ നിരീക്ഷണത്തിലാണ് ഗുഹാഭാഗങ്ങൾ കണ്ടെത്തിയത്. ഒരു 3-4ഓളം പഴയ കാലഘട്ടത്തിലെ ചെങ്കല്ലറകളുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 1-2ഓളം സാധാരണ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. നമുക്ക് അടയാളപ്പെടുത്തൽ ഉണ്ട് എന്ന് മാത്രമല്ലാതെ അത് കൃത്യമായ രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിൽ അത് നശിച്ചു പോയിട്ടുണ്ട്. 1-2 ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇതുപോലെ മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഏറ്റവും ഉറപ്പുള്ള സ്ഥലങ്ങളിലാണ് ചെങ്കല്ലറകൾ അന്നത്തെ കാലത്തുള്ള ആളുകൾ നിർമ്മിച്ചിട്ടില്ലെങ്കിലും ഇതിന് ഏറ്റവും മൃദുലമായ ഭാഗങ്ങളെയാണ് ഇത് അവർ ഉപയോഗിച്ചിട്ട് ഈ രീതിയിലേക്ക് കൊത്തുപണികൾ ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. വിവരമറിഞ്ഞ് സ്ഥലം സന്ദർശിച്ച ചരിത്ര ഗവേഷകനും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്രാധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് കണ്ടെത്തിയ ഗുഹകൾ 2000 വർഷം മുൻപ് നിലനിന്നിരുന്ന മഹാശിലാ കാലഘട്ടത്തിലെ സ്മാരകങ്ങളായ ചെങ്കല്ലറകളാണെന്ന് സ്ഥിരീകരിച്ചു. വിശ്വാസത്തിന്റെ ഭാഗമായി മൺപാത്രങ്ങളും ഇരുമ്പായുധങ്ങളുമാണ് ചെങ്കല്ലറയിൽ നിക്ഷേപിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയോജനങ്ങളുടെ രോഗപീഠകൾ നീക്കാൻ ഹോമിയോപ്പതി ചികിത്സാ ക്യാമ്പും ബോധവൽക്കരണവും നൽകുന്ന വയോജന ക്യാമ്പുകൾക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി. വാർദ്ധക്യകാലത്തും ഓജസ്സോടെ വയോജനങ്ങളെ ജീവിക്കാൻ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധയിടങ്ങളിലായി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ ചികിത്സാ ശാഖകളെ ഒരുമിച്ച് ചേർത്ത് ക്യാമ്പ് നടത്തിവരുന്നത്. വാർദ്ധക്യകാലത്തെ ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ്, ബലക്ഷയം, വാതസംബന്ധമായ രോഗങ്ങൾ, മലബന്ധം, ജീവിതശൈലി രോഗങ്ങൾ, രക്തപരിശോധന, മരുന്ന് വിതരണം തുടങ്ങിയവയാണ് ഹോമിയോപ്പതി ചികിത്സാ ക്യാമ്പിൽ നൽകുന്നത്. ഇതിനൊപ്പം യോഗയിലൂടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള പരിശീലനവും നൽകി വരുന്നുണ്ട്. വെള്ളാപ്പിൽ നടന്ന പഞ്ചായത്തിലെ ആദ്യ ക്യാമ്പ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KM ഫരീദ BV, ഫായിസ് ബീരിച്ചേരി, E ശശിധരൻ, ഡോക്ടർ സുജയ നായർ, ഡോക്ടർ PK ഷംന, LK യൂസഫ് എന്നിവർ സംസാരിച്ചു. യോഗ പരിശീലക ഡോക്ടർ ദിവ്യ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ പ്രായമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കാൽഷ്യം കാര്യങ്ങളെല്ലാം കുറയുന്ന ഒരു ഇതാകുമ്പോൾ നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുന്നില്ല. നമ്മളെപ്പോഴും നമ്മളെ കാലുകൾക്ക് റെസ്റ്റ് കൊടുക്കാതിരിക്കാം. കഴിയുന്നത് നടന്നിട്ട് തന്നെ പോവാം. സ്റ്റെപ്പ് കയറാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അത് ഉപയോഗിക്കാം. മീൻസ് ഒന്ന് ഇരുന്ന് പോയാൽ, ഇരിപ്പായി പോയാൽ നമ്മൾ പറയും ഇരുന്ന് പോയി എന്ന് പറയും, അല്ലേ? ഇരുന്ന് പോകും, നമ്മൾ ഇരുന്ന് പോയി എന്ന് പറയും. അതെന്ന് വെച്ചാൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സംഭവം കംപ്ലൈൻറ്റ് വരുന്ന പോലെ. അപ്പം നമ്മുടെ കാലുകൾക്ക് എപ്പോഴും ഒരു ചലനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇരിപ്പായി എന്നുള്ളൊരവസ്ഥ ഇല്ലാണ്ടക്കാം. നടന്നു പോകേണ്ട സിറ്റുവേഷൻസ് നടന്നു തന്നെ പോകണം. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാനത്ത് മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് ടൗണിൽ പ്രകടനം നടത്തിയത്. പിണറായിയുടെ മാഫിയ ഭരണം, പിണറായിയുടെ മാഫിയ ഭരണം, വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട, പിണറായി വിജയ കേരള മുഖ്യ. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ പന്തംകൊളുത്തി പ്രകടനത്തിന് ജില്ലാ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളും പോഷക സംഘടനാ നേതാക്കളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓണാഘോഷത്തെ കളറാക്കുവാൻ ഓഫർ പെരുമഴയുമായി കാസർഗോഡ് നാലപ്പാട് ഇന്റീരിയേഴ്സ്.
വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ ഏറ്റവും മികച്ച ഫർണിച്ചറുകൾ ഏറ്റവും മികച്ച ഓഫറുകളിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. ഈ ഓണക്കാലത്ത് 50% വരെ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള വമ്പൻ ഓഫറുകളാണ് നാലപ്പാടിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. പാരമ്പര്യ തികവുമായി ഫർണിച്ചർ വ്യാപാര രംഗത്ത് കാസർഗോഡിന് പ്രൗഢി പകരുന്ന നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓഫർ പെരുമഴയുമായി ഓണനാളുകളെ കളറാക്കുകയാണ്. ഗുണമേന്മയിലും വിലക്കുറവിലും ഉപഭോക്താക്കളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ നാലപ്പാട് വൻ ഓഫറുകളാണ് ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. വിവിധ ബ്രാൻഡുകളുടെ സോഫ സെറ്റുകളും ബെഡ്റൂം സെറ്റുകളും ഡൈനിങ് സെറ്റുകളും ഓഫീസ് സെറ്റുകളും വൻ ഡിസ്കൗണ്ടിലാണ് വിൽപ്പന. പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് മറ്റൊരു ഫർണിച്ചർ ഷോറൂമുകളും തരാത്ത ഓഫറുകളാണുള്ളത്. 50% വരെ ഡിസ്കൗണ്ടിൽ ഇവ സ്വന്തമാക്കാം. 79,000 രൂപയുടെയും 89,000 രൂപയുടെയും സോഫ സെറ്റുകൾ യഥാക്രമം 47,500, 58,000 രൂപ നിരക്കിൽ സ്വന്തമാക്കാം. 1,85,000 രൂപയുടെ ബെഡ്റൂം സെറ്റുകൾ വെറും 1,20,000 രൂപയ്ക്ക് ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ഡൈനിങ് സെറ്റുകളും ഓഫീസ് സെറ്റുകളും ഇതേ ഓഫറുകളിൽ ലഭിക്കും. വിവിധ തരം ബ്രാൻഡുകളുടെ അലമാരകൾ, കിടക്കകൾ, ബെഡ്റൂം ചെയറുകൾ, ടേബിൾ ചെയറുകൾ, ഷോ ഫ്ലവേഴ്സ്, ഡെക്കറേഷൻ ഐറ്റം, അലങ്കാര ക്ലോക്കുകൾ തുടങ്ങി എല്ലാം ഈ ഓണക്കാലത്ത് ഏറ്റവും മികച്ച ഓഫറുകളിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. പ്രീമിയം ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ച ഓഫറുകളിൽ സ്വന്തമാക്കുവാനുള്ള അവസരമാണിതെന്നും ഉപഭോക്താക്കൾ ഇത് പ്രയോജനപ്പെടുത്തണമെന്നും നാലപ്പാട് ഫർണിച്ചർ MD ഷാഫി നാലപ്പാട് KCN ന്യൂസിനോട് പറഞ്ഞു. ഈ ഓണത്തിന് നാലപ്പാട് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചറുകൾ 50% വരെ വിലക്കുറവിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല നിലവാരത്തിലുള്ള സോഫ സെറ്റുകൾ, ബെഡ്റൂം സെറ്റുകൾ, ഡൈനിങ് സെറ്റുകൾ, മറ്റ് എല്ലാവിധ വീട്ടു ഫർണിച്ചറുകളും ഓഫീസ് ഫർണിച്ചറുകളും ഇപ്പോൾ 50% വരെ വിലക്കുറവിൽ ഈ ഓണത്തിന് വാങ്ങിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഓണം ഓഫർ. ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന നാലപ്പാട് ഇന്റീരിയേഴ്സിന്റെ ഏറ്റവും വലിയ സവിശേഷത മികച്ച സേവനം തന്നെയാണ്. ഉപഭോക്താക്കളുടെ അഭിരുചികൾക്കനുസരിച്ച് ഏറ്റവും മനോഹരമായി ഇന്റീരിയർ പ്രൊജക്റ്റുകൾ ചെയ്തു നൽകുന്ന ഏറ്റവും മികച്ച കസ്റ്റമൈസേഷൻ സൗകര്യമാണ് ഇവിടെയുള്ളത്. ഒപ്പം തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഓഫീസ് വീട് ഇന്റീരിയർ പ്രൊജക്റ്റുകൾ നിർവഹിക്കുന്നു എന്നതും നാലപ്പാടിനെ ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമാക്കുന്നു. വമ്പൻ ഓഫറുകളുമായി ഈ ഓണക്കാലത്തും പതിവ് പോലെ കാസർഗോഡിന്റെ ഫർണിച്ചർ വ്യാപാര രംഗത്ത് മേധാവിത്വം തുടരുകയാണ് നാലപ്പാട് ഫർണിച്ചർ. ഓണം മലയാളികൾക്ക് പുതിയ തുടക്കത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും കാലമാണ്. ഒത്തുചേരലിൻ്റെ ഈ സീസണിൽ നിങ്ങളുടെ സ്വപ്ന സങ്കല്പങ്ങൾക്കനുസൃതമായി വീടിൻ്റെ അകത്തളങ്ങൾക്ക് മിഴിവേകുവാൻ ഫർണിച്ചറുകൾ ഏറ്റവും മികച്ച ഓഫറുകളിൽ ലഭ്യമാക്കുകയാണ് നാലപ്പാട് ഫർണിച്ചർ. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂവിളിയുമായി എത്തുന്ന ഈ ഓണം ആഘോഷമാക്കാം നാലപ്പാട് ഫർണിച്ചറിനൊപ്പം. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. ചെറുവത്തൂർ ഉപജില്ല കേരള സ്കൂൾ ഒളിമ്പിക് കായികമേള ഒക്ടോബർ 15 മുതൽ 17 വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി തൃക്കരിപ്പൂർ GVHSS ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. LP മിനി, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഉൾപ്പെടെ 41 പരം ഇനങ്ങളിൽ അത്ലറ്റിക്സിന് പുറമെ ഗെയിംസ് വിഭാഗങ്ങളിലെ മത്സരങ്ങളും പ്രഥമ ഒളിമ്പിക്സ് കായികമേളയുടെ ഭാഗമായി നടക്കും. ഒക്ടോബർ 15 മുതൽ 17 വരെ നടക്കുന്ന കായികമേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. തൃക്കരിപ്പൂർ GVHSS ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ചെയർമാനും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ AV ജിജി ജനറൽ കൺവീനറും ചെറുവത്തൂർ AEO രമേശൻ പുന്നത്തിരിയൻ ട്രഷററുമായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, VPP ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, സത്താർ വടക്കുംപാട്, E ശശിധരൻ, ഉപജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി K ശ്രീജ, സ്കൂൾ പ്രധാനാധ്യാപിക EK ബൈജ, VHSE പ്രിൻസിപ്പൽ P സൈമ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ AV ജിജി, KV വിജയൻ, PP അശോകൻ, VPP മുസ്തഫ, M രാമചന്ദ്രൻ, M ഗംഗാധരൻ, VV കൃഷ്ണൻ, EV ദാമോദരൻ, E നാരായണൻ, AG ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനബി സ്നേഹലോകം എന്ന പ്രമേയത്തിൽ നബിദിന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി അബൂഹൈൽ PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ തിരുനബി സ്നേഹലോകം എന്ന പ്രമേയത്തിലുള്ള നബിദിന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹസ്കർ ചൂരി സ്വാഗതം പറഞ്ഞു. അൽഹിദായ ഇസ്ലാമിക് സെന്റർ ഡയറക്ടറും പ്രമുഖ പ്രഭാഷകനുമായ ഉസ്താദ് അബ്ദുൽ ബാരി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. ദുബായ് KMCC സീനിയർ വൈസ് പ്രസിഡന്റ് ഹുസൈനാർ എടച്ചാക്കൈ, വൈസ് പ്രസിഡന്റ് ഹനീഫ് ചെർക്കള, ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് TR, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ വിഘ്നേശ്വര സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ ഗണേശ വിഗ്രഹ നിമജ്ജന രഥഘോഷയാത്ര നടന്നു. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്ര പരിസരത്ത് നിന്ന് നഗരം ചുറ്റി തട്ടാർക്കടവിൽ വിഗ്രഹ നിമജ്ജനം നടത്തി. 2 ദിവസങ്ങളായി പൂജ ചെയ്ത വിഗ്രഹം പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ഘോഷയാത്രയായാണ് കണ്ണൂർ ജില്ലാ അതിർത്തിയായ തട്ടാർക്കടവ് മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം പുഴയിൽ നിമജ്ജനം ചെയ്തത്. പേക്കടത്ത് നിന്ന് തൃക്കരിപ്പൂർ നഗരം ചുറ്റി തങ്കയം വഴിയാണ് രഥഘോഷയാത്ര നടന്നത്. വൈക്കത്ത് ബാലചന്ദ്രൻ ഗുരുസ്വാമി, PV വിനോദ് എന്നിവർ വിഗ്രഹ പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഘോഷയാത്രയ്ക്ക് K സബിനേഷ്, ശ്യാം പേക്കടം, PV രൂപേഷ്, TV രാജേഷ്, മനു ഉദിനൂർ, സജേഷ് തങ്കയം, A ഷൈജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മക്കളെ അറിയാൻ പരിപാടി സംഘടിപ്പിച്ചു. സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്ക് വേണ്ടി മക്കളെ അറിയാൻ പരിപാടി സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് AN നാരായണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സൗഹൃദ ക്ലബ് കൺവീനർ KS ആതിര സ്വാഗതം പറഞ്ഞു. സൗഹൃദ ക്ലബ് സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ D ദീപ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു. നമ്മൾ ഒച്ചയെടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നീ കൊള്ളില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അപ്പം നമ്മൾ ആലോചിക്കണം, ഇത് ബയോളജിക്കലാണ്, ഇതിന് ശാസ്ത്രീയതയുണ്ട്. കുട്ടി വളരുന്നത് കൊണ്ടാണ്. ഞാൻ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അത് ആ കാലത്തിൻ്റെയാണ്. ഈ കാലം കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഏറ്റവും മികച്ചതായി വളരും. ഈ കാലം കഴിഞ്ഞാൽ ഏറ്റവും പക്വമായ കുട്ടി ബിഹേവ് ചെയ്യും. ഈ സമയത്തുള്ള പ്രത്യേകത എന്താണെന്നറിയോ? തലച്ചോറിൻ്റെ ഈ ഒരു ഭാഗം പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. തലച്ചോറിൻ്റെ ഈ ഭാഗമാണ്, പ്രീ ഫ്രോണ്ടൽ ഏരിയ എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമുക്ക് പക്വമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഗം, തലച്ചോറിൻ്റെ ഭാഗം. പ്രിൻസിപ്പൽ P പ്രഭാകരൻ, ഡോക്ടർ GK ഗോപേഷ്, VM സജി, K പ്രവീൺകുമാർ, AN മധുസൂദനൻ, റോഷ്ന, ശിശിര, ശ്രുതി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തെ ഗ്യാസ് വിതരണത്തിൽ അപാകത കാണിക്കുന്നതായുള്ള പരാതി ഉയർന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മഞ്ചേശ്വരം പഞ്ചായത്ത് യൂത്ത് ലീഗ് പരാതി ഉയർന്ന ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ ഉപരോധ സമരം നടത്തി. മഞ്ചേശ്വരത്ത് ഉപഭോക്താക്കൾക്കായുള്ള പാചകവാതക വിതരണത്തിൽ വൻ തടസ്സം നേരിടുന്നത് പ്രദേശത്തെ സാധാരണക്കാർക്ക് വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകം വാണിജ്യ ആവശ്യത്തിനായി വിതരണം ചെയ്യുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ഉപഭോക്താക്കളെ ഗ്യാസ് ഏജൻസി ഓഫീസിൽ വിളിച്ചു വരുത്തി പാചകവാതകത്തിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടും സ്റ്റോക്ക് ഉണ്ടായിട്ടും ഗ്യാസ് വിതരണമില്ലെന്ന പരാതി വ്യാപകമാണ്. ഇതോടെയാണ് വിഷയത്തിൽ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗ്യാസ് വിതരണത്തിൽ അപാകത കാണിക്കുന്നതായുള്ള പരാതി ഉയർന്ന സ്വകാര്യ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ മഞ്ചേശ്വരം പഞ്ചായത്ത് യൂത്ത് ലീഗ് ഉപരോധ സമരം നടത്തി. മഞ്ചേശ്വരം പോലീസും ഉദ്യോഗസ്ഥരും എത്തി യൂത്ത് ലീഗ് പ്രവർത്തകരുമായി ചർച്ച നടത്തുകയും ഗ്യാസ് ഏജൻസിയുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം പിൻവലിക്കുകയും ചെയ്തു. എല്ലായിടത്തും സമരം വരാനുണ്ട്, പ്രയാസം വരാനുണ്ട്, പ്രതിസന്ധി വരാനുണ്ട്. നിങ്ങൾ ഈ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടല്ല 500 ആൾക്ക് കൊടുക്കേണ്ടത്. സ്റ്റാഫിന്റെ എണ്ണം വർദ്ധിക്കണം, ടോക്കൺ സിസ്റ്റം നടപ്പിലാക്കണം.
സ്റ്റോക്ക് രജിസ്റ്റർ പ്രദർശിപ്പിക്കണം. ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്യണം. അവർക്ക് സൗകര്യം ചെയ്യണം. നിങ്ങൾ ഇവിടുത്തെ പ്രയോറിറ്റി ഇവിടെ വരുന്ന ആൾക്കാർക്ക് ടോക്കൺ വൈസ് ഇവരെ ടോക്കൺ പ്രയോറിറ്റി കൊടുക്കണം. ശരി, ഇതിൽ ഒരു 150 സിലിണ്ടർ ലൈനിൽ പോട്ടെ, 150 ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നമായി നിങ്ങളുടെ അതിലേക്ക് ഒരു പ്രശ്നമില്ല. എന്താ നിങ്ങൾ ഫോൺ നമ്പർ മേടിച്ചിട്ട് ടോക്കണും ഫോൺ നമ്പർ മേടിച്ചിട്ട് അവരടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കുക ഗ്യാസ് എന്തുകൊണ്ട്. മുക്താർ എ, സിദ്ദിഖ് ദണ്ടുകോളി, BM മുസ്തഫ, ഫാറൂഖ് ചെക്ക് പോസ്റ്റ്, ഹനീഫ് കുച്ചിക്കാട്, ഇർഷാദ് ചെക്ക് പോസ്റ്റ്, റിയാസ്, മുസ്തഫ ഉദ്യാവര, മുബാറക്, ഇർഫാൻ കുച്ചിക്കാട്, ബഷീർ കനില, PH അബ്ദുൽ ഹമീദ്, മജീദ് മച്ചമ്പാടി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന സംവാദ പരിപാടിയായ നമ്മുടെ കാസർഗോഡിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംവാദത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. KSRTC ബസ്സിൽ MDMA കടത്തിയ കേസിൽ അറസ്റ്റിലായ യുവാവിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചട്ടഞ്ചാൽ തെക്കിലിലെ TK മുഹമ്മദ് ആഷിഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ശിക്ഷിച്ചത്. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിലിൽ വീണ്ടും അനിശ്ചിതത്വം. പ്രതികൂല കാലാവസ്ഥയായതിനാൽ 2 ദിവസം കൂടി കാത്തിരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ആർട്ടിസ്റ്റ് KM ഗഫൂറിന് തനിമ കലാസാഹിത്യവേദിയുടെ സ്നേഹാദരവ്. ചിത്രജാലകം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാടിന്റെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചത്. മടിക്കൈ പഞ്ചായത്തിൽ ചെങ്കല്ലറകളും കൽവൃത്തവും കണ്ടെത്തി. കക്കാട്ട് ശ്രീ അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്തും കുരങ്ങനാടിയിലുമാണ് മഹാശിലാ കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകളായ ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.